ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തും. മോദിയുടെ ഗ്യാരണ്ടി പഴയ ചാക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൌരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ കുബുദ്ധി മറനീക്കി പുറത്തുവന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു. കോൺഗ്രസ് എംപിമാർക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണെന്ന് കെ മുരളീധരൻ എം പി. മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് പാളി. സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് തടസ്സപ്പെട്ടത്. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവിന്റെ ആത്മഹത്യയിൽ ന്യായീകരണവുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. വിധികർത്താവിന്റെ ആത്മഹത്യയിൽ SFIക്ക് പങ്കില്ലെന്ന് ആർഷോ. കൊല്ലൂർ എടക്കുന്നിയിൽ ബാറ്ററി നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. നിരവധി ബാറ്ററികളും മെഷീനും കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-നാണ് പ്രഖ്യാപനം നടക്കുക. ഒഡീഷ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായി മുൻ IAS ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ചുമതലയേറ്റു. കമ്മീഷൻ യോഗം ചേർന്ന ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചത്. 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് സൂചനയുണ്ട്. 3400 കമ്പനി കേന്ദ്ര സേനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷാ ചുമതലയ്ക്കായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി പഴയ ചാക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷൻ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയാണ്. കേരളത്തിൽ മയക്കുമരുന്ന് ലോബിയെ വളർത്തുന്നത് CPM-ഉം SFIയും ചേർന്നാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കെ രാധാകൃഷ്ണൻ മന്ത്രിയായി ഇവിടെ തന്നെ തുടരട്ടെയെന്നും പാർലമെന്റിലേക്ക് MP-യായി രമ്യ ഹരിദാസ് പോകുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CH റഷീദ്, CP ജോൺ, VT ബൽറാം, സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, ജബി മേത്തർ MP, PM അമീർ തുടങ്ങിയവർ സംസാരിച്ചു. എടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആക്രമണ കേസിലെ പ്രതി കേരളത്തിലെ ഏറ്റവും വലിയ സീനിയർ കമ്മ്യൂണിസ്റ്റ് BJP പോയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി സമനില തെറ്റിയതുപോലെ പിച്ചും പേയും വിളിച്ചു പറയുന്നത് എന്ന് കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൌരത്വ ഭേദഗതി ബില്ല് സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MPമാർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും തരംതാണ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധപതിച്ചു. മോദിയുടെ കേരളത്തിലെ ഏജന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മുരളീധരൻ ആരോപിച്ചു. ലഞ്ച് 20 ജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് സമനില എത്തിയ പോലെ പിച്ചും പേയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ MPമാർ, കേരള MPമാർ ലഞ്ച് കഴിക്കുകയായിരുന്നത്. അപ്പം കല്ല് വെച്ചതാണ്. അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരംതാണ രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരംതാണ വ്യക്തിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. മോഡിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും. പൌരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ കുബുദ്ധി മറനീക്കി പുറത്തുവന്നിരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPI ജില്ലാ ആസ്ഥാനത്തിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു വശത്ത് അതിസമ്പന്നനാകുന്ന സാമ്പത്തിക നയങ്ങളും മറുവശത്ത് സവർണ ഫാസിസ്റ്റ് മേധാവിത്വം അടിച്ചേൽപ്പിക്കലുമായി വളരെ കൗശലത്തോടുകൂടി മേൽത്തട്ട് വിഭാഗത്തെ മാത്രം സഹായിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KP രാജേന്ദ്രൻ, ട്രഷറർ KK വത്സരാജ് എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന വ്യാപകമായി സെർവർ തകരാറിലായതിനെ തുടർന്ന് റേഷൻ കടകളിലെ മസ്റ്ററിംഗ് പാളി. കട തുറന്നപ്പോൾ മുതൽ ഇപോസ് മെഷീനിൽ ടെക്നിക്കൽ എറർ എന്നാണ് കാണിച്ചിരുന്നത്. തടസ്സത്തെ തുടർന്ന് മസ്റ്ററിംഗ് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമായി ക്രമീകരിച്ചുവെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല. മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ എത്തിയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഏറെ നേരം വരി നിന്ന് നിരാശരായി മടങ്ങിപ്പോവുകയായിരുന്നു. മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ശനി ഞായർ ദിവസങ്ങളിൽ മഞ്ഞ കാർഡുകൾക്ക് മാത്രമായി മസ്റ്ററിംഗ് നടത്തും. പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തീയതി പിന്നീട് നൽകും. പൊയ്യയിൽ റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടത് ജനങ്ങളെ വലച്ചു. മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ തടസ്സപ്പെട്ടെങ്കിലും മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിക്കുന്നതുവരെ ആളുകൾ വെയിലും കൊണ്ട് വരിയിൽ നിൽക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം 11 മണിയോടെയാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി അറിയിപ്പ് ലഭിച്ചത്. തടസ്സമുണ്ടായപ്പോൾ ആദ്യം മഞ്ഞക്കാർഡുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും അതുണ്ടായില്ല. മസ്റ്ററിംഗ് സംബന്ധിച്ച് അറിയിപ്പ് പഞ്ചായത്ത് അംഗങ്ങൾ നൽകിയതിനാൽ തങ്ങൾ കൂടി ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വന്നുവെന്ന് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു. സെർവർ തകരാർ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും കോൺഗ്രസ് പൊയ്യ മണ്ഡലം കമ്മിറ്റിയും പൂപ്പത്തിയിലെ പൊതുവിതരണ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. മസ്റ്ററിംഗിന്റെ പേരിൽ സാധാരണക്കാരായവരെ വലയ്ക്കുന്ന സർക്കാർ നടപടി നീതീകരിക്കാനാവില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ് പറഞ്ഞു. കൂലിപ്പണി പോലും ഉപേക്ഷിച്ച് വെയിലത്തു നിന്നവരോട് മെഷീൻ തകരാർ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത് സർക്കാരിന്റെ ക്രൂരതയാണ്. അതാത് ദിവസം പണിക്ക് പോയി ഉപജീവനം കഴിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നും നാഗേഷ് പറഞ്ഞു. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. പാലപ്പള്ളി മേഖലയിൽ 75ഓളം ആനകളാണ് വിവിധയിടങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. കാരിക്കുളം, പത്തുകുളങ്ങര, പിള്ളത്തോട്, എലിക്കോട് എന്നിവിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. കാരിക്കുളത്തിറങ്ങിയ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാരിക്കുളം ബംഗ്ലാവിന് സമീപം ഇറങ്ങിയ 15ഓളം കാട്ടാനകളിൽ 4 വനമേഖലയിലേക്ക് കയറിപ്പോകാതെ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നു. ആനകളെ കാടുകയറ്റാൻ നാട്ടുകാരും വനപാലകരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. പിള്ളത്തോട് പാലത്തിന് സമീപവും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ആനക്കൂട്ടം റോഡ് മുറിച്ചു കടന്നാണ് തൊട്ടടുത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയത്. 2 കൂട്ടങ്ങളിലായി 17 ആനകളാണ് പിള്ളത്തോട് ഭാഗത്തെ തോട്ടങ്ങളിലുള്ളത്. ആനകളെ കണ്ട് വഴിയാത്രക്കാരും വാഹനയാത്രികരും റോഡിൽ കുടുങ്ങി. പത്തുകുളങ്ങരയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതി പരത്തിയിരുന്നു. രാത്രി ഇറങ്ങുന്ന കാട്ടാനകൾ പുലർച്ചെ വരെ പലയിടങ്ങളിലും നിലയുറപ്പിച്ച് കൃഷിനാശം വരുത്തിയാണ് റബ്ബർ തോട്ടങ്ങളിലും വനമേഖലയിലും തമ്പടിക്കുന്നത്. മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായതോടെ വനപാലകർ ഇടപെട്ട് ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടി.സി. വിനോസ്, പുതുക്കാട്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവിന്റെ ആത്മഹത്യയിൽ ന്യായീകരണവുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. തൃശൂർ കേരളവർമ്മ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PM ആർഷോ. SFI വിധികർത്താവിനെ കൊലപ്പെടുത്തി എന്ന നിലയിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. SFI ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലെന്നും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ആർഷോ ചോദിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മറ്റേടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഒരു രാത്രി പ്രവർത്തിക്കുന്ന നിലയുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മെറ്റ SFI ഹാക്ക് ചെയ്തു എന്ന നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുമെന്നുള്ളത്. അപ്പം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയിലാണ്. ഒരു നിലക്കുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല, ഒരു നിലക്കുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുൻപിൽ വസ്തുതകളുണ്ടല്ലോ. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി SFI ആക്രമിച്ചു, SFI മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റോ. വിധികർത്താവ് അഴിമതി നടത്തിയെന്നോ കോഴ വാങ്ങിയെന്നോ SFI പറഞ്ഞിട്ടില്ല. മാർഗംകളി മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ പല മത്സരാർത്ഥികളും പരാതിയുമായി രംഗത്തെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിധികർത്താക്കളിൽ ചിലർ ചില കോളേജുകളുമായി ബന്ധപ്പെട്ടതായി മനസ്സിലാക്കിയതായും ഈ വിവരങ്ങൾ വിജിലൻസിനെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആർഷോ പറഞ്ഞു. വിധികർത്താവിന്റെ ഫോട്ടോ വെച്ച് കോഴ വാങ്ങിയെന്ന പേരിൽ പ്രചാരണം നടത്തിയത് ചില മാധ്യമങ്ങളാണ്. അപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. SFI ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയത് പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ മാത്രമാണ്. SFI ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി ആദർശിനെതിരെയുള്ള കേസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആർഷോ അഭിപ്രായപ്പെട്ടു. KSU ആണ് കലോത്സവം അലങ്കോലപ്പെടുത്താൻ നോക്കിയത്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവനകൾ ഒരു തെളിവുമില്ലാതെയാണെന്നും ഇവർക്ക് വർഷങ്ങളായി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുന്നതിന്റെ നീരസമാണ് കാട്ടുന്നതെന്നും ആർഷോ കൂട്ടിച്ചേർത്തു. ടി.സി. വിനോസ്, തൃശൂർ.
ഒല്ലൂർ എടക്കുന്നിയിൽ ബാറ്ററി നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. നിരവധി ബാറ്ററികളും മെഷീനും കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൊട്ടിപ്പാൾ സ്വദേശി റിജിലിന്റെ ബാറ്ററി നിർമ്മാണ യൂണിറ്റായ ലിമാക് പവർടെക്കിലാണ് തീപിടുത്തമുണ്ടായത്. ബാറ്ററികൾ പൊട്ടിത്തെറിച്ചു. കെട്ടിടത്തിനും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സംഭവ സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. സമീപത്തെ പ്ലാസ്റ്റിക് മോൾഡ് സ്ഥാപനത്തിലേക്കും തീ പടർന്നു. കെട്ടിടത്തിന്റെ സീലിംഗിനാണ് തീപിടിച്ചത്. കുന്നംകുളം സ്വദേശി പ്രജീബിന്റെ സ്ഥാപനത്തിലേക്കാണ് തീ പടർന്നത്. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റും പുതുക്കാട് നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചാവക്കാടിനെ ആവേശത്തിലാക്കി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. മണത്തല പള്ളി, വിശ്വനാഥ ക്ഷേത്രം, അയോധ്യ നഗർ, ദ്വാരകാ ക്ഷേത്രം, വിവിധ ആശുപത്രികൾ, വനിതാ കൂട്ടായ്മ, വല്ലഭട്ട കളരി, വിദ്യാനികേതൻ സ്കൂൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ ട്രഷറർ KR അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മണലൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി, പാവറട്ടി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചത്. മുരളി പെരുന്നെല്ലി MLA, CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമായ പുണ്യ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ ജുമാ നിസ്കാരത്തിനായി വൻ തിരക്ക് അനുഭവപ്പെട്ടു. റംസാൻ നോമ്പിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രത്യേകതകളുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ആദ്യ വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വ്രതശുദ്ധിയുടെ നിറവിൽ പള്ളികളെല്ലാം പ്രാർത്ഥനാ നിർഭരമായി. റംസാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റേതാണ്. ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ കാഴ്ചകളുമായി നോമ്പ് തുറകളും സജീവമായി കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെ ജുമാ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദ്വി ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പുതുക്കിയ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതമാണ് കുറച്ചത്. 2 വർഷത്തിന് ശേഷമാണ് ഇന്ധനവില കുറയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിലവർധന പ്രതിപക്ഷം ആയുധമാക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ധനവില കുറച്ചിട്ടുള്ളത്. തൃശൂരിൽ പെട്രോളിന് 106 രൂപ 48 പൈസയും ഡീസലിന് 95 രൂപ 35 പൈസയുമാണ്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ചയാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-നും 3:15-നും മധ്യയുള്ള കർക്കിടകം രാശിയിലാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങ് നടക്കുക. ഊരായ്മക്കാർ ക്ഷേത്രത്തിലെത്തി നിയമവെടിക്ക് അനുവാദം നൽകും. തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തുന്ന ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകും. തുടർന്ന് തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞാൽ തേവരെ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളിക്കും. 5 ആനകളോടെ സ്വർണ്ണക്കോലത്തിലാണ് തൃപ്രയാർ തേവർ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളുക. ആറാട്ടിന് ശേഷം തൃപ്രയാർ തേവർ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. തുടർന്ന് പാണികൊട്ടി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ തേവർക്ക് ചെമ്പിലാറാട്ട് നൽകും. ഈ മാസം 18-ന് നടക്കൽ പൂരം കഴിഞ്ഞാൽ തേവർ വൈകിട്ട് കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ട് പിറ്റേന്ന് കുറുപ്പിന്റെ പടിക്കൽ നിയമവെടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തും. ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്ലാഹയിൽ കുളത്തിലും രാത്രിയോടെ കുറുക്കൻ കുളത്തിലും ആറാട്ട് നൽകും. ഈ മാസം 20-ന് ബുധനാഴ്ച രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം കോതകുളം ആറാട്ടും കഴിഞ്ഞാണ് പടിഞ്ഞാറേക്കരയിലെ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളുക. രാത്രി രാമൻകുളം ആറാട്ടും ഇല്ലത്തെ പറയും കഴിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുക. ഈ മാസം 21-ന് വ്യാഴാഴ്ച വൈകിട്ട് നിയമവെടിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന തേവർ ചേലൂർ പുന്നപ്പിള്ളി മനകളിലും മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുപ്പ് നടത്തും. ഈ മാസം 22-ന് വെള്ളിയാഴ്ച വൈകിട്ട് കുട്ടൻകുളം ആറാട്ടിനും തന്ത്രി ഇല്ലത്തെ പൂരത്തിനുമായി തേവർ എഴുന്നള്ളും. ശനിയാഴ്ച വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിയുന്നതോടെ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പള്ളിയോടത്തിൽ പുഴ കടക്കും. തൃപ്രയാർ കിഴക്കേനടയിൽ എഴുന്നള്ളുന്ന തേവരെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുക. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്തരംവിളക്ക് ദിനത്തിൽ തിരിച്ചെഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് മകീര്യം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിച്ചാണ് സ്വീകരണം നൽകുന്നത്. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തേവരുടെ മകീര്യം പുറപ്പാട് ഈ ഞായറാഴ്ച
മാർച്ച് 17 ആണ് ആഘോഷിക്കുന്നത്. അതിനാവശ്യമായ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഏകദേശം ആയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും അന്ന് തന്നെ അന്നദാനം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വലിയ വേനൽ ചൂടിനെ കണ്ടുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനുമായിട്ട് പന്തലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. TCV തൃപ്രയാർ. വല്ലച്ചിറയിൽ വീടിന് മുന്നിലെ ഓടുകൊണ്ടുള്ള പഴയ മതിൽ ഇടിഞ്ഞു വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. പകിരിപ്പാലം കൂടലി വളപ്പിൽ അനിൽകുമാറിന്റെയും ലിൻഡയുടെയും മകൻ അനശ്വർ ആണ് മരിച്ചത്. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കെ മതിൽ ഇടിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. അമ്മ നോക്കി നിൽക്കെയായിരുന്നു അപകടം. നാട്ടുകാർ ചേർന്ന് ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പാച്ചുമത്തി നാടുകടത്തി. ചൊവ്വൂർ മാളിയക്കിൽ വീട്ടിൽ മിജോ ജോസിനെയാണ് കാപ്പാച്ചുമത്തി നാടുകടത്തിയത്. ഇരട്ട കൊലപാതകം, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയാണ് മിജോ. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ആണ് 1 വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. പാലിയക്കരയിൽ പിക്കപ്പ് വാനിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് തരിശപ്പാടം സ്വദേശി ഒഡാല വീട്ടിൽ സുലൈമാനെ എക്സൈസ് സംഘം പിടികൂടി പോലീസിന് കൈമാറി. ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള 20,000-ഓളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ P. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പൊന്നിയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ പഞ്ചവടിയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി കുടിവെള്ളം ഇല്ലാതാക്കുന്നതായി സമീപവാസിയുടെ പരാതി. UDF മെമ്പർമാരും നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. എടക്കഴിയൂർ നാലകത്ത് ഷമീറയുടെ വീടിന് സമീപത്താണ് പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിന് സമീപത്താണെന്നും ഇത് തങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാക്കുമെന്നും വീട്ടുടമ ആരോപിച്ചു. എൻ്റെ വീടിന്റെ വേലിയുടെ തൊട്ടടുത്താണ് 1 മീറ്റർ കുടിവെള്ളം, ഈ ടോയ്ലറ്റ് സംവിധാനം കൂടി 1 മീറ്റർ ദൂരം പോലും ഇല്ലാതെ ഇത് പ്രസിഡന്റിന്റെ ഒറ്റ നിർബന്ധ പ്രകാരം ഈ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ വരുന്നു. ടോയ്ലറ്റ് സംവിധാനം ഇവിടെ വരുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികളോ ഇവരോ അളവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് ഇതിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ SI സാറിനും കലക്ടർക്കും DMക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു റിപ്പോർട്ടും എനിക്ക് അതിനൊക്കെ പറ്റിയിട്ട് കിട്ടിയിട്ടില്ല. ഇവർക്ക് പിന്തുണയുമായി UDF പ്രവർത്തകരും രംഗത്തെത്തി. പദ്ധതി ദേശീയപാതയ്ക്ക് സമീപത്താണ് നിർമ്മിക്കേണ്ടതെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ UDF രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് പദ്ധതിക്ക് എതിര് നിൽക്കുന്നതെന്ന് പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. 100 കണക്കിന് ആളുകളാണ് ദിനംപ്രതി പഞ്ചവടി ബീച്ചിൽ എത്തുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് ശുചിമുറി അത്യാവശ്യമായതിനാലാണ് പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചവടി തീരത്ത് ബലിതർപ്പണത്തിനായി പ്രതിദിനം എത്തിച്ചേരുന്നത് 100 കണക്കിന് ആളുകളാണ്. മറൈൻ വേൾഡിലേക്ക് എത്തിച്ചേരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളും തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഒന്നാണ് പഞ്ചവടി ബീച്ചിൽ റിഫ്രഷ്മെന്റ് സൗകര്യത്തോടെ ഒരു വിശ്രമ കേന്ദ്രം വേണം എന്നത്. പൊതുജനങ്ങളുടെ നിരന്തരമായ ഈ ആവശ്യം പരിഹരിക്കാൻ ഭരണസമിതി ആവശ്യപ്പെട്ടത് പ്രകാരം പഞ്ചായത്തിന് ചില വ്യക്തികൾ എഴുതി നൽകിയ 4.5 സെന്റ് സ്ഥലത്താണ് പാതയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ ഒരു സ്ഥാപനം നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല. പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെ തടയാനാണ് ശ്രമമെങ്കിൽ അതിനോട് യോജിക്കാനുമാകില്ല. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളി പിടിച്ച UDF പ്രതിനിധികൾ പൊന്നിയൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയാനാണ് ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. TCV ചാവക്കാട്. സീറോ വേസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ ബോട്ടിൽ ബൂത്തുകളും ജൈവ അജൈവ ഹസാഡിയസ് ബിന്നുകളും സ്ഥാപിച്ച് തൃശൂർ കോർപ്പറേഷൻ. വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്നും തൃശൂർ നഗരത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ശക്തൻ വടക്കേ ബസ് സ്റ്റാൻഡുകൾ, KSRTC ബസ് സ്റ്റാൻഡ്, പട്ടാളം റോഡ് ബസ് സ്റ്റോപ്പ്, സ്വരാജ് റൗണ്ടിലെ വിവിധ ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിലായി 10 ബോട്ടിൽ ബൂത്തുകളും പട്ടാളം റോഡ് ബസ് സ്റ്റോപ്പിലുമായി സ്വരാജ് റൗണ്ടിലെ വിവിധ ബസ് സ്റ്റോപ്പുകളിലും ജൈവ അജൈവ ഹസാഡിയസ് ബിന്നുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ പരിധിയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. മേയർ MK വർഗീസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാടിനോടും മലയോടും ഇടപഴകി കഴിയുന്ന കുരുന്നുകളെ കടലും സെക്രട്ടേറിയറ്റും ഷോപ്പിംഗ് മാളുമൊക്കെ കാണിച്ച് നഗരാനുഭവങ്ങൾ അനുഭവവേദ്യമാക്കി സമഗ്ര ശിക്ഷ കേരള. മലക്കപ്പാറ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അപൂർവമായ യാത്രാനുഭവം സ്വന്തമായത്. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട്
സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയായ സേവാസിന്റെ ഭാഗമായാണ് മലക്കപ്പാറ GUP സ്കൂളിലെ 33 വിദ്യാർത്ഥികളെ പഠനയാത്രയ്ക്കായി കൊണ്ടുപോയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഡയറ്റിന്റെയും പിന്തുണയോടെ പ്രത്യേകം നിർമ്മിച്ച മൊഡ്യൂൾ പ്രകാരം GUPS മലക്കപ്പാറയിലെ 3-4 ക്ലാസുകളിലെ കുട്ടികൾക്ക് തായ്മൊഴി എന്ന പേരിൽ ഭാഷാ പരിശീലനവും പഠിപ്പ് രസി എന്ന പേരിൽ ഗണിത പരിശീലനവും നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ലഭിച്ച മികവുകൾ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കാണിക്കുന്നതിനും പഠനയാത്രയ്ക്കുമായാണ് 3 മുതൽ 7 വരെ ക്ലാസുകളിലെ 33 കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ജില്ലയിലെ സേവാസ് പദ്ധതിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം തിരുവനന്തപുരം സന്ദർശിച്ചത്. മൃഗശാല, പ്ലാനറ്റോറിയം, കോവളം ബീച്ച്, ശംഖുമുഖം, വേളി, ലുലു മാൾ എന്നിവിടങ്ങളിലെ കാഴ്ചകൾ കുട്ടികളിൽ കൗതുകവും ഉല്ലാസവും നിറച്ചു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചത് കുട്ടികളിൽ ആവേശാനുഭവമായി. തങ്ങളുടെ മികവുകൾ പ്രദർശിപ്പിക്കാനും കുട്ടികൾക്ക് അവസരം കിട്ടി. സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് ഓഫീസ് ടീം കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. അതിരപ്പള്ളി പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജേഷ്, തൃശൂർ SSK DPOമാരായ VG ജോളി, KB ബ്രിജി, ചാലക്കുടി BPC ഇൻചാർജ് സൗമ്യ മേനോൻ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം നഗരത്തിൽ ഉൾപ്പെടെ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. പഴകിയ ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഉരുളക്കിഴങ്ങ് കറി, നൂഡിൽസ്, ഭക്ഷ്യയോഗ്യമല്ലാത്ത ബീഫ്, അൽഫാം, പുഴുങ്ങിയ മുട്ടകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പാക്കിംഗ് തീയതി രേഖപ്പെടുത്താതെ ഫ്രിഡ്ജിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തരംതിരിക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഡിസ്പോസബിൾ ഉൽപ്പന്നങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തു. ലിവ ടവർ, കൊണാർക്ക് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തത്. SD സ്റ്റോഴ്സ്, സിബിൻ സ്റ്റേഷനറി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ A. രഞ്ജിത്ത്, MS. ഷീബ, S. രശ്മി, PP. വിഷ്ണു, PS. സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷന്റെ കുടിവെള്ള വിതരണത്തിൽ 1 കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന ഡെപ്യൂട്ടി മേയർ ML റോസി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധർ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൻ സേവ്യർ, ഡെൽവിൻ ഷാജി, ഷിനോജ് ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി യോഗം മാറ്റിവെച്ചത് ആശുപത്രിയിലെ അഴിമതി മറച്ചുവെക്കാനും അഴിമതിക്കാരെ സംരക്ഷിക്കാനുമാണെന്ന് KPCC സെക്രട്ടറിയും HDS അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്ത് ആരോപിച്ചു. HDSന് കീഴിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടും 3 മാസം കൂടുമ്പോൾ യോഗം ചേരേണ്ട ജനറൽ ബോഡി 14 മാസമായിട്ടും വിളിച്ചു ചേർക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പലതവണ ആവശ്യപ്പെട്ടതനുസരിച്ച് നിശ്ചയിച്ച യോഗമാകട്ടെ കണക്ക് തയ്യാറായില്ല എന്ന കാരണം പറഞ്ഞ് മാറ്റിവെച്ചത് അംഗീകരിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ അവസാനിക്കുന്നതുവരെ യോഗം ചേരാൻ കഴിയുകയുമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് അഴിമതി പുറത്തു വരാതിരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് എന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് ചൂണ്ടിക്കാട്ടി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയും ജൂബിലി ഫ്രറ്റേർണിറ്റിയും സംയുക്തമായി തൃശൂരിൽ സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജൂബിലി ഫ്രറ്റേർണിറ്റി ചെയർമാൻ സോളി തോമസ്, കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി, ജൂബിലി ഫ്രറ്റേർണിറ്റി അംഗം സന്തോഷ് മഞ്ഞില, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ലൂയിസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശിവാശ്രമത്തിലെ അന്തേവാസിയും ബ്രഹ്മചാരിയുമായ വിഷ്ണു ചൈതന്യയുടെ സന്യാസ ദീക്ഷാ ചടങ്ങ് നടന്നു. ശിവാശ്രമം മഠാധിപതി സ്വാമി ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജിൽ നിന്ന് ആദിത്യ രുദ്ര സ്വരൂപാനന്ദപുരി എന്ന സന്യാസ പട്ടം സ്വീകരിച്ചു. ഡോക്ടർ ശങ്കരനാരായണ ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആത്മസ്വരൂപാനന്ദപുരി മഹാരാജും ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജും കാർമ്മികത്വത്തിന് നേതൃത്വം നൽകി. ആശ്രമത്തിൽ താമസിക്കുന്ന സ്പെയിൻ സ്വദേശിയായ ഷാരോൺ മഹേശ്വര ചൈതന്യ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിച്ചു. കാശി ശക്തിമഠം മഠാധിപതി സ്വാമി രാഘവേന്ദ്ര തീർത്ഥ, തൃശൂർ ചിന്മയ മിഷൻ പ്രസിഡന്റ് സ്വാമി ഗംഭീരാനന്ദ സ്വാമി, പ്രണവാനന്ദ സ്വാമി, യോഗി ഭക്താനന്ദ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തും.
മോദിയുടെ ഗ്യാരണ്ടി പഴയ ചാക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ കുബുദ്ധി മറനീക്കി പുറത്തുവന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു. കോൺഗ്രസ് എംപിമാർക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയെന്ന് കെ മുരളീധരൻ എം പി. മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് പാളി. സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് തടസ്സപ്പെട്ടത്. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവിന്റെ ആത്മഹത്യയിൽ ന്യായീകരണവുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. വിധികർത്താവിന്റെ ആത്മഹത്യയിൽ SFIക്ക് പങ്കില്ലെന്ന് ആർഷോ. കൊല്ലൂർ എടക്കുന്നിയിൽ ബാറ്ററി നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. നിരവധി ബാറ്ററികളും മെഷീനും കത്തിനശിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.